അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത്, ഞാൻ അതിൻ്റെ തലേ ദിവസമാണ് മൊത്തത്തിൽ കേരളത്തിലെ ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രങ്ങളും സംസ്ഥാനത്തെ നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് 86 സീറ്റിൽ 86 സീറ്റിൽ 100% UDF വിജയിച്ച് കയറും. അതോടൊപ്പം 23 സീറ്റിലെ ചാൻസ് സീറ്റുകൾ 51% UDF ചാൻസ് കണക്കാക്കുന്ന 23 സീറ്റുകൾ. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ആ റിപ്പോർട്ട് പുറത്തേക്ക് സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് വഴി പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഇന്നലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ, അതിൻ്റെ തലേ ദിവസം ഞാൻ നൽകിയ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന തരത്തിലാണ്. 86 സീറ്റാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഒരുവിധം 8-9 അസസ്മെൻ്റ് നടത്തിയ കമ്പനികൾ പറഞ്ഞിരിക്കുന്നത് ഒരു 85 സീറ്റ് വരെ UDF അധികാരത്തിൽ വരുന്നു. അതുവരെ പറഞ്ഞിരുന്നത് ഇവിടെ ഞെരുങ്ങി LDF അധികാരത്തിൽ വരും, എന്നാൽ തന്നെ ഒരു 75 സീറ്റ് 78 സീറ്റിൽ LDF അധികാരത്തിൽ വരും. ചിലരൊക്കെ ചെറുതായിട്ട് പത്രമാധ്യമങ്ങൾ നിങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നത് UDF വരികയാണെങ്കിൽ തന്നെ ഒരു ഞെരുങ്ങിയ വോട്ടിന് 72 ആ രീതിയിൽ വരാനുള്ള ചെറിയൊരു സാധ്യത, മൈന്യൂട്ട് ഒരു പോസിബിലിറ്റിയെക്കുറിച്ചായിരുന്നു നമ്മൾ കേരളം ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ടുള്ള റിപ്പോർട്ട്സാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന എക്സിറ്റ് പോളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രശ്നവുമില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഭരണവിരുദ്ധ തരംഗം വികാരം, അതിലപ്പുറം ഇവിടെ കേരളം ചർച്ച ചെയ്യപ്പെട്ടത്, ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്, സഖാക്കൾ ചർച്ച ചെയ്യപ്പെട്ടത് പിണറായിസമാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ മുഖം വെച്ചിട്ടായിരുന്നു ഞാനടക്കമുള്ള സ്ഥാനാർത്ഥികൾ പോസ്റ്റർ അടിച്ചിരുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും LDF സ്ഥാനാർത്ഥികളുടെ കൂടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ്റെ ഫോട്ടോ കൂടെ ഉണ്ടായിരുന്നു. നിയമസഭയിൽ തന്നെ ഞാൻ അന്ന് പറഞ്ഞതാണ്, 10,000-ഓളം വോട്ട് 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി വോട്ടായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു വോട്ടുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് ആക്ഷനിലേക്കാണ് 21-26 ഗവൺമെൻറ്റിനെ പിണറായി കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതും. കേരളത്തിലെ പോലീസിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലുമുള്ള ഏകാധിപത്യ പ്രവണത, വർഗീയ പ്രവണത, ഈ പറയുന്ന അഴിമതി, കള്ളക്കടത്ത്, ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണല്ലോ ഞാൻ പുറത്തു വരുന്നത്. അതിനെയാണ് ഞാൻ മൊത്തത്തിൽ പേരിട്ട് വിളിച്ചത് പിണറായിസം എന്ന്. അതിനോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ ഇടതുപക്ഷത്തെ തകർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, അടിവരയിട്ട് പറയുകയാണ്, അത് മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടിയിലും ഗവൺമെൻറ്റിലുമുണ്ടായ അപ്രമാദിത്വമാണ്. ആ അപ്രമാദിത്വം പാർട്ടിയെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് കേരളത്തിലുടനീളം. പാർട്ടിയുടെ യഥാർത്ഥ ഉന്നതരായ ലീഡർഷിപ്പിനെ മുഴുവൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നിയന്ത്രണത്തിൽ മാത്രം നടക്കുന്ന ഒരു പാർട്ടിയായി CPM-നെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. അതിന് കൊടപിടിച്ചതും അതിനോടൊപ്പം നിന്നതും ഈ പറയുന്ന മുഹമ്മദ് റിയാസാണ്. അതിന് വളം വെച്ച് കൊടുത്തത് പാർട്ടി സെക്രട്ടറിയാണ്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോ ഞാൻ പറയുന്ന കാര്യം. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം ഈ സംവിധാനത്തെ തന്നെ, ഇടതുപക്ഷ സംവിധാനത്തെ തന്നെ തകർത്ത് കളയും എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നടന്ന എക്സിറ്റ് പോളുകൾ, നിങ്ങൾ നടത്തിയ സർവേകൾ, നിങ്ങൾ ആളുകളുടെ അഭിപ്രായം തേടിയതൊക്കെ അതിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇവിടെ വളരെ മൗനമായിട്ട് നല്ല സഖാക്കൾ, ഈ ഗവൺമെൻറ് മാറിയില്ലെങ്കിൽ, പിണറായി മാറിയില്ലെങ്കിൽ, ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അവരുടെ മുൻ അനുഭവങ്ങൾ, പശ്ചിമ ബംഗാളും ത്രിപുരയൊക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ച ആ അവസ്ഥയിലേക്ക് കേരളം പാർട്ടി കൂപ്പുകുത്തുമെന്ന് മനസ്സിലാക്കിയ പച്ച സഖാക്കൾ, നല്ലവരായ സഖാക്കൾ, ആ സഖാക്കളുടെ വോട്ട് വലിയ രീതിയിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും തിരിച്ചു ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതറിയാൻ കഴിയില്ല, പക്ഷേ അത് നടന്ന ഒരു സംഭവമാണ്. 21-ൽ 10,000 വോട്ട് പിണറായിയുടെ വ്യക്തിത്വത്തിന് കേരളത്തിലെ ജനങ്ങൾ ഓരോ മണ്ഡലത്തിലും ആവറേജ് നൽകിയിട്ടുണ്ടെങ്കിൽ
10,000 തൊട്ട് 15,000 വോട്ട് വരെ ഈ 140 മണ്ഡലങ്ങളിലും. അതിൽ അവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമൊക്കെ കണക്കാക്കി പല മണ്ഡലങ്ങളിലും 7,000 തൊട്ട് 15,000 വോട്ട് വരെ ആൻറ്റി പിണറായി വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്കും അത് കാണാൻ കഴിയില്ല. നിങ്ങൾ എങ്ങനെ തപ്പിയാലും കാണില്ല. ഒരാളും ആ മൈക്കുമായി പോയി ചോദിച്ചാലോ സ്വകാര്യമായി ചോദിച്ചാലോ നിങ്ങളോടത് പറയില്ല. നിങ്ങളത് അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബേപ്പൂരിലടക്കം ഉണ്ടായ സംഭവം എന്താണ്? ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ അവരുടെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളാണ് ബേപ്പൂരിലെ 7 പഴയ ബേപ്പൂർ പഞ്ചായത്തിലെ 7 മുനിസിപ്പൽ കൗൺസിലേഴ്സും അതുപോലെ തന്നെ ഈ വരുന്ന നല്ലളം ഭാഗത്തുള്ള 7 കൗൺസിലർമാരും. 7 14 ഈ കോർപ്പറേഷൻ വാർഡുകളാണ് ഈ മണ്ഡലത്തിൻ്റെ ഭാഗം. അവിടെ ശക്തമായ CPM കേന്ദ്രമാണ്. 18,000 19,000 വോട്ടാണ് മുഹമ്മദ് റിയാസ് ഈ പറയുന്ന 29,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകുന്നത് ഈ 14 ഡിവിഷനുകളിൽ നിന്നാണ്. അവിടെ ഒരു പ്രാവശ്യം പോലും വീട് കയറാത്ത സ്ഥലങ്ങളുണ്ട്. ഒരു പ്രാവശ്യം പോലും. ആവറേജ് എടുത്താൽ ഈ മണ്ഡലത്തിൽ, ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു തവണ പോലും വീട് കയറാത്ത സ്ഥലങ്ങൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും സഖാക്കൾ വീട് കയറി വോട്ട് ചോദിക്കുന്ന പ്രദേശങ്ങളാണിത്. അവിടെ പോലും ഇത് നിങ്ങൾ വിചാരിക്കും ബേപ്പൂരിൽ മാത്രമാണ്. ഒരിക്കലുമല്ല. കേരളത്തിലെ ഉടനീളം മണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ CPM ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന കുറച്ച് സഖാക്കളുണ്ട്. എല്ലാ മണ്ഡലത്തിലും എല്ലാ ബ്രാഞ്ചിലും ഉണ്ടാവും. അവരാണ് ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കൽ. അവരൊക്കെ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു, തളർന്ന അവസ്ഥയിലായിരുന്നു. ലീഡർഷിപ്പിന് മുകളിലേക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ടാവും, അവിടെ വീട് കയറി ഇവിടെ വീട് കയറി. ഇതൊക്കെ ഒരിക്കലും നടന്നിട്ടില്ല. കാരണം അത് റിപ്പോർട്ട് ചെയ്യുന്ന ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ലോക്കൽ സെക്രട്ടറി ആയാലും അത്രയൊക്കെ മതി എന്ന് പറയുന്ന മേളിലുള്ള നേതൃത്വത്തെ, ജില്ലാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള കണക്കുകളാണ് ഇവിടെ നിന്നുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്. അതിവിടെ തിരിഞ്ഞടിക്കുക തന്നെ ചെയ്യും. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഈ വളർത്തിക്കൊണ്ടുവന്ന കേരളം ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും പിണറായി മാറി. അദ്ദേഹം നടത്തിയത് 2024 പാർലമെൻറ്റ് ഇലക്ഷനിലെ പരാജയത്തിൽ നിന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ വികാരപരമായ പ്രകടനങ്ങളാണ് പിന്നെ നമ്മൾ കണ്ടത്. ന്യൂനപക്ഷ സമുദായത്തെ ഇനി നമ്മൾക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ന്യൂനപക്ഷ സമുദായങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഭരണം ഞങ്ങൾ നിലനിർത്തുമെന്ന തീരുമാനത്തിലേക്ക് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പോവുകയാണ്. അതിന് BJPയുമായുള്ള ചില ധാരണകളും ചർച്ചകളുമൊക്കെ നടത്തി. അതൊക്കെ വിജയപ്രദമാകുമെന്ന് കണക്കൂട്ടി. അതിലാണ് നമ്മൾ ആരും കണക്ക് കൂട്ടാത്തത് ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള ശബരിമല വിഷയം ഇവിടെ വരുന്നത്. ആ ശബരിമല വിഷയം കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിനെതിരെ എല്ലാ പ്രതികളും വിട്ടില്ല, ഒരാളും അകത്തില്ല. 34.5 കിലോ സ്വർണം, അയ്യപ്പൻ്റെ സ്വർണം ഇവിടുന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ട് 439 ഗ്രാം സ്വർണം മാത്രമാണ് റിക്കവറി ചെയ്തത്. 34 കിലോ സ്വർണം റിക്കവറി ചെയ്യാതെ എപ്പോഴും കിടക്കുക. ആര് കട്ടു, എവിടെ കൊണ്ടുപോയി എന്ന് ജനങ്ങളോട് പറയാൻ ഇന്ന് വരെ പിണറായിക്ക് സാധിച്ചിട്ടില്ല. അത് ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ വലിയ വിഷയമാണ്. നിങ്ങൾ കാണുന്നതിൻ്റെ അപ്പുറമാണ് ആ വിഷയം. അതിൽ BJPയെ സംബന്ധിച്ച് നിങ്ങൾ കണ്ടോ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും സ്റ്റേറ്റിലൊട്ടാകെ. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധ്യത നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ്. കേരളത്തിലെ BJPയുടെ കാൻഡിഡേറ്റുകൾ ജയിക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ള സീറ്റുകളിൽ BJPയുടെ വോട്ട് ഫുള്ള് കിട്ടും. അതിന് കൂടുതൽ സാധ്യതയുള്ളൊരു ഏക ജില്ല എന്നിപ്പോൾ നമ്മൾ നോക്കി കാണുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ, മറ്റു ജില്ലകളിൽ BJPയുടെ വോട്ട് ഗണ്യമായി കുറയും. ആ വോട്ട് കൂടി ഈ പിണറായിസത്തിനെതിരെ കേരളത്തിൽ പോൾ ചെയ്യാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ്. ഇതൊന്നും നമ്മൾക്ക് എണ്ണി നോക്കിയാൽ കാണാൻ കഴിയില്ല. അപ്പം ഞാൻ ഇത്രയും അടിവരയിട്ടുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. ഇപ്പോൾ രാവിലെ ഇരുന്നിട്ട് മുഹമ്മദ് റിയാസ് കൊടുക്കുന്ന പ്രസ്താവനകൾ, ഇൻട്രാക്ഷൻസ് ഞാൻ കണ്ടു. എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? 82,000 വോട്ട്, സർവകാല റെക്കോർഡ്. ആ വോട്ടിന് മേലെ ഞാൻ ജയിക്കുന്ന അദ്ദേഹം ഇപ്പോഴും ഇന്ന് രാവിലെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചുക്കോടെ നടക്കാൻ പോകുന്നില്ല. 65,000 വോട്ടിന് മേലെ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ കയറാൻ പോകുന്നില്ല.
അവിടുത്തെ ചിത്രം അതാണ്. ഞാൻ ഒറ്റ കാര്യം, പത്രമാധ്യമങ്ങൾ നമ്മൾ കോഴിക്കോടത്തെ എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് മുഹമ്മദ് റിയാസിനെ ഇത്രയും കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്, വെല്ലുവിളിക്കുകയാണ്. 65,000 അല്ല. അപ്പോൾ എൻ്റെ വെല്ലുവിളി ആ പറയുന്ന ആത്മവിശ്വാസത്തിൽ സത്യസന്ധമായിട്ടാണ് ബേപ്പൂരിലെ വോട്ടർമാരോട് അദ്ദേഹം അത് പറയുന്നെങ്കിൽ, കോഴിക്കോട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ ഇരുന്നിട്ട് ഞാനൊരു അഗ്രിമെൻറ്റിന് തയ്യാറാണ്. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. പറഞ്ഞു പോയാൽ പോരാ. അപ്പോൾ ഈ ആളുകളോട് ഈ പറഞ്ഞു വരുന്ന എന്താ പറയുക, അവർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ. ഞാൻ റെഡിയാണ്. എവിടെയാണ് റെഡി? കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ എഴുതി ഒപ്പിടാം. വെറുതെ പറഞ്ഞു പോവില്ല. മൊട്ടയടിക്കുക മാത്രമല്ല, കമ്മലിടും. കമ്മൽ അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുക. മൊട്ടയടിച്ചാൽ മതി. തയ്യാറുണ്ടോ? ഇന്ന് രാവിലെ ഇപ്പോൾ ഇരുന്നിട്ട് എന്താ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്താ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്? കള്ളക്കണ്ണീരൊഴുക്കിയത് ഞാൻ വ്യക്തിഹത്യ നടത്തുക. എന്ത് വ്യക്തിഹത്യ? ഞാൻ ആകെ പറഞ്ഞത് ഈ മരുമോനിസത്തിൻ്റെ കാര്യമാണ്. മരുമോനിസം എന്ന വാക്കിനെയാണ് അദ്ദേഹം ഈ വ്യക്തിഹത്യ എന്ന് പറഞ്ഞത്. നമ്മളതിനെ കൗണ്ടർ ചെയ്ത് നമ്മൾ ഉന്നയിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒന്നിനും മറുപടിയില്ല. എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ചർച്ച ഉണ്ടാക്കിയിട്ട് UDFൻ്റെ സംസ്ഥാന നേതാക്കൾ പിരിവ് നടത്തുകയാണ്. നിങ്ങൾ ആലോചിക്കണം, എത്ര മോശപ്പെട്ട പ്രസ്താവനയാണ്. ഒരു തവണയല്ല, ആവർത്തിക്കുകയാണ്. ഇന്ന് രാവിലെ കൂടി ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ UDF ലീഡർഷിപ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആളുകളെ ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് പറ്റിച്ച് പണം പിടുങ്ങുന്നവരാണ് UDF ലീഡർഷിപ്പ് എന്ന് അദ്ദേഹം ഒരു തവണയിൽ ആവർത്തിച്ച് പറയാണ്. അപ്പോൾ ആരാണ് വ്യക്തിഹത്യ നടത്തുന്നത്? ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത അദ്ദേഹം ഇപ്പോഴും മന്ത്രിയാണല്ലോ, മന്ത്രിസഭ നിലവിലുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ സെക്രട്ടറിയായ ബിജു പ്രഭാകർ IAS, ഈ പറയുന്ന PWD അന്നത്തെ സെക്രട്ടറി, അദ്ദേഹം 3 ദിവസം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടതാണല്ലോ. ഒരൊറ്റ വർക്കിൽ 65 കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ പറയുന്ന ഒരു PWD സെക്രട്ടറി, ഒരു IASകാരൻ. ബിജു പ്രഭാകരൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നൊന്നുമല്ല, കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് തച്ചടി പ്രഭാകരൻ്റെ മകനാണ്, തറവാട്ടുകാരനാണ്. ഈ നിമിഷം വരെ മന്ത്രി മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെ PWD സെക്രട്ടറി ആയിരുന്ന ഒരു IASകാരൻ 91 ദിവസം കൊണ്ട് അദ്ദേഹത്തെ മാറ്റിയെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പലതും കണ്ടെത്തിയപ്പോൾ ആ വ്യക്തി കൃത്യമായി കേരളത്തിലെ ജനങ്ങളോട്, മാധ്യമങ്ങളോട് പറഞ്ഞ ഈ കാര്യം അദ്ദേഹം നിഷേധിച്ചോ? എന്താ മിണ്ടാത്തത്? ഈ ഊരാളുങ്കൽ സൊസൈറ്റിയെ വെച്ചുകൊണ്ട് നടത്തിയ കൊള്ള നിങ്ങൾക്കറിയാം. 2 മാസം മുമ്പ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നിങ്ങളെ വിളിച്ചിരുത്തിയാൻ പറഞ്ഞതാ. എത്ര വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? അപ്പം ഇതുപോലെ കൊള്ള നടന്നൊരു കാലം, അതായത് കേരളത്തിൻ്റെ പൊതുസമ്പത്തിൻ്റെ 75-80% ഇദ്ദേഹം മന്ത്രിയായതിനു ശേഷം PWDയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്കാണ് പോയത്. ആശുപത്രിയിൽ മരുന്നില്ല, കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്ക് കാശില്ല, ചികിത്സക്ക് പണമില്ല, ഇവിടുത്തെ ഒരുപാട് എന്താ പറയുക ആളുകളുടെ കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നു. ഇതൊക്കെ നിൽക്കുമ്പോഴും കോടാനുകോടികൾ, 90,000 കോടി രൂപയുടെ വർക്കാണ് ഈ 10 വർഷത്തിനിടയിൽ ഊരാളുങ്കൽ സൊസൈറ്റി കേരളത്തിൽ നടത്തിയത്. 90,000 കോടി നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ 10% അവരുടെ എഡ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ 9,000 കോടി ഇങ്ങനെ മാറ്റിവെച്ചു. പിന്നെ നടന്ന കൊള്ളയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെ മുച്ചൂടും മുടിച്ചൊരു മന്ത്രി, കൊള്ളയടിച്ച് നാടിനെ മുഴുവൻ കുട്ടിച്ചോറാക്കിയൊരു മന്ത്രി ഇരുന്നിട്ട് പറയുക ഇപ്പോഴും UDFൻ്റെ ലീഡർഷിപ്പ് പിരിവ് നടക്കുക, മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞിട്ട്. ആ മന്ത്രിയോടാണ് ഞാൻ ചോദിക്കുന്നത്, തയ്യാറുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങളെ വിളിച്ച് പറയണം. ഇന്ന് റെഡിയാവാം നമുക്ക്, ഇന്ന് അഗ്രിമെൻറ്റ്.
ഇന്ന് അദ്ദേഹത്തിന് സൗകര്യമില്ലെങ്കിൽ നാളെ ആക്കാം. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വരട്ടെ, നിങ്ങളോട് പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊന്നും ഇപ്പോഴും ഒരു തരംഗം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന ചർച്ചയാണ് നടക്കുന്നത്. ഇവിടെ തരംഗമുണ്ട്. ആ തരംഗം കാണില്ല. സുനാമി വന്നപ്പോൾ ആരെങ്കിലും അറിഞ്ഞോ? സുനാമി എപ്പോഴും വരെ കടലിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് മേലോട്ട് പൊങ്ങുമ്പോഴേ അറിയുള്ളൂ. ഒരനക്കം ഉണ്ടാവില്ല. കേരള രാഷ്ട്രീയത്തിൽ ആ സുനാമി ഇവിടെ സംഭവിക്കും. ഞാൻ ഈ പറയുന്ന 86 സീറ്റ് പ്ലസ് 23 സീറ്റ് ചാൻസ്, അതിൻ്റെ പകുതി ഒരു 12 സീറ്റ് വന്നാൽ 99-100 സീറ്റാകും. ഈ 23 ചാൻസും കൂടി ജയിച്ചാൽ ഈ പറയുന്ന 107 പോകും. കോഴിക്കോട് എന്താ ഇത്ര വലിയ ഇമ്പാക്റ്റ്? നിങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. കോഴിക്കോടിൻ്റെ മാറ്റം ആർക്കും ഒരു പിടി കിട്ടിയിട്ടില്ല. കോഴിക്കോട് വലിയ തകർച്ച വരാൻ പോകും. എന്താ കാരണം? ഈ മനുഷ്യനാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ജനുവരി 3-ാം തീയതിയാണ് ഒഫീഷ്യലായിട്ട് പേപ്പറിൽ വരുന്നത്. അന്നാണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനുവരി 3-ാം തീയതി ഇദ്ദേഹമായിരുന്നല്ലോ ഈ മലബാറിലെ 5 ജില്ല, തൃശ്ശൂർ ഒഴികെയുള്ള പാലക്കാട് ഒഴികെയുള്ള 5 ജില്ലകളുടെയും, കോഴിക്കോടും മലപ്പുറവും കണ്ണൂരും കാസർഗോഡും വയനാടിൻ്റെയും ചാർജ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ, PWD മന്ത്രി, പണം, സൗകര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ആഫീസ്, ഇതെല്ലാം കൂടെ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് മലബാർ പിടിച്ച് ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളായിരുന്നു. ജനുവരി 3-ാം തീയതി ഞാൻ ബേപ്പൂരിൽ വന്നു. ജനുവരി അവസാനത്തോടു കൂടി 4 ജില്ലയുടെയും ചാർജ് അദ്ദേഹം ഒഴിഞ്ഞു, കോഴിക്കോട് ഒഴികെ. പിന്നെന്തായി? കോഴിക്കോട് ഏറ്റെടുത്തു. കോഴിക്കോട് ഏറ്റെടുത്തിട്ട് ഫെബ്രുവരി 23-ാം തീയതി 24-ാം തീയതിയോ കോഴിക്കോട് ജില്ലേൻ്റെയും ചാർജ് അദ്ദേഹം ഒഴിയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത, അതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അതിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി, അതിനുള്ള സോഫ്റ്റ്വെയറുകൾ, അതിനുള്ള സോഷ്യൽ മീഡിയ, അതിനുള്ള പരസ്യം, അതിനുള്ള മറ്റുള്ള സാമൂഹിക സംഘടനകൾ, ഇതിനെല്ലാം പുള്ളിയായിരുന്നു ഓർഗനൈസ് ചെയ്തിരുന്നത്. ഫെബ്രുവരിയോട് കൂടിയിട്ട് എന്തായി? കപ്പിത്താൻ മുങ്ങി. കപ്പിത്താനെ കാണാനില്ല. കോഴിക്കോട് ജില്ലയിലെ LDFൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി തന്നെ പൊളിഞ്ഞ് പാളീസായി. സ്ഥാനാർത്ഥികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല, ഏത് സോഷ്യൽ മീഡിയക്കാരെ അത് ഏൽപ്പിച്ചതെന്ന് അറിയില്ല, എവിടെയാണ് പോസ്റ്റർ ഏൽപ്പിച്ചതെന്ന് അറിയില്ല. സ്ഥാനാർത്ഥികൾ അന്തം വിട്ട് കിടക്കായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ആ ഇലക്ഷൻ സ്ട്രാറ്റജി പൊളിഞ്ഞ് പാളീസായി. അവരെ കൺട്രോളിൽ നിന്ന് പോയി. UDF അടിച്ചു കയറി. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഈ ഉദ്ദേശിച്ച സുനാമി ഈ ന്യൂനപക്ഷ വോട്ടിൽ വലിയ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് ലെഫ്റ്റിനെതിരായിട്ട് വന്നു. നമ്മളത് ന്യൂനപക്ഷ വോട്ടിൻ്റെ കേന്ദ്രീകരണം എന്ന ഒറ്റ വാക്കിൽ ഞാനത് ഒതുക്കുന്നില്ല. ഇവിടെ ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് UDFും LDFും തമ്മിലല്ല, ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും ജനങ്ങളും തമ്മിലാണെന്ന് പറഞ്ഞു. അതിൽ ഈ പറയുന്ന ന്യൂനപക്ഷത്തിൻ്റെ ഭൂരിപക്ഷ വോട്ട് വന്നിട്ടുണ്ടാവും, ഈ പറയുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ വോട്ട് വന്നിട്ടുണ്ട്, ഇടതുപക്ഷക്കാരുടെ വോട്ട് വന്നിട്ടുണ്ട്, സച്ചിദാനന്ദൻ്റെ വോട്ട് വന്നിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് ആൾ പറയുന്ന ഒരു വാക്കും കൂടിയാണ് ഞാൻ കേട്ടു. അതായത് ന്യൂനപക്ഷ, അതെ 52 മുകളിൽ മുസ്ലിം വോട്ടുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ നടന്നില്ല എന്ന് തെളിവാണ്. അതാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൊട്ടടിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. ആ പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മൊട്ടടിക്കാൻ വരട്ടെന്ന്. ഇതൊക്കെ വെറും വാക്കുകളാണ്, നടക്കുന്ന പ്രശ്നമില്ല. പിണറായിയെ താഴെ ഇറക്കുന്ന ഇവിടുത്തെ സഖാക്കളാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ ഇടതുപക്ഷവാദികളാണ്, ഈ നാട് നിലനിൽക്കണമെന്ന ആളുകളാണ്, ഇവിടുത്തെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർവ്വ മനുഷ്യരും. അതാണ് ഞാൻ ജനമെന്ന് വിളിക്കുന്നത്. അത് കാണാൻ കഴിയില്ല. അത് 4-ാം തീയതിയെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ന്യൂനപക്ഷ ക്രോഡീയ ഏകീകരണം ന്യൂനപക്ഷം മാത്രമല്ലാന്നേ. ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടില്ല, അതുകൊണ്ട് ജയിക്കുന്നതാണ്. നേരെ തിരിച്ച് ന്യൂനപക്ഷ ഏകീകരണം നടന്നാൽ പരാജയപ്പെടുന്നത് അല്ല, ന്യൂനപക്ഷ ഏകീകരണം കൊണ്ട് മാത്രമല്ല അദ്ദേഹം പരാജയപ്പെടുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ഇവരൊക്കെപ്പാടെ കൂടിയിട്ട് ഇപ്പോൾ BJP അമിത്ഷാ വന്നത് എവിടെയാണ്? ഈ ബേപ്പൂർ മാത്രമാണ്. അമിത്ഷാൻ്റെ ആവശ്യം എന്താണ്? PV Anwar തോൽക്കണം, ഇതാണ്. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ, ബേപ്പൂരിൽ പോലും BJPക്ക് വോട്ട് കുറയും. അല്ല, അത് കേരളത്തിലൊട്ടാകെ വരുന്നു. പിണറായി ഉണ്ടാക്കിയ ഡീലൊക്കെ പൊളിഞ്ഞ് പാളീസാകും. BJP ലീഡർഷിപ്പ് അങ്ങനെ തീരുമാനമെടുത്ത് അതിനൊരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും വിശ്വാസ സമൂഹം, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോ,
BJP ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് BJPക്ക് പൂർണ്ണമായ വോട്ട് കിട്ടും. BJP സ്ഥാനാർത്ഥി ജയിക്കാത്ത ഇടങ്ങളിൽ അവർ പിണറായിക്കെതിരെ വോട്ട് ചെയ്യും. അവർ ഒരിക്കലും UDFനോടൊപ്പമല്ല, അവർ BJPക്ക് എതിരുമല്ല ഈ വോട്ട് ചെയ്യുന്നവർ. പക്ഷേ BJP ഈ വിഷയത്തിൽ BJP ലീഡർഷിപ്പ് ശബരിമല വിഷയത്തിൽ പിണറായിയെ സഹായിക്കുന്ന കള്ളന്മാരുടെ കൂടെ അവർക്ക് കഞ്ഞി വെച്ച് കൊടുത്തു സംസ്ഥാന ലീഡർഷിപ്പ് BJPയുടെ എന്ന ഒരു ചർച്ച, എന്ന ഒരു കാഴ്ചപ്പാട് BJPയുടെ അനുഭാവം നിൽക്കുന്നവരും BJP ആയിട്ടുള്ള വിശ്വാസി സമൂഹത്തിലുണ്ട്. ആ വോട്ട് തിരിച്ചു വരും. ഏറ്റവും വലിയ ഫാക്ടറല്ലേ, കൊള്ളയടിക്കപ്പെട്ടൊന്നുമല്ല, ആ കൊള്ള മൂടി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അയ്യപ്പ സംഗമം, ഈ ഊരാളുങ്ങൾ സൊസൈറ്റി 5-8 കോടി അടിച്ചു പോയി എന്ന് വാർത്ത കൊടുത്ത ആളുകളാണ് നിങ്ങൾ, ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ആളുകളാണ് നിങ്ങൾ. ഹൈക്കോടതി അടക്കം പറഞ്ഞ കേസാണിത്. അപ്പം ആരാ അവർ വിശ്വസിക്കുക? ഏത് സമൂഹം വിശ്വസിക്കൂ? ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ടല്ലോ. ഈ പറയുന്ന കേരള കോൺഗ്രസിന് ഇന്ന് അഡ്രസ്സ് ഉണ്ടാവില്ല. നിങ്ങൾ എഴുതി വെച്ചോ. ജയരാജൊക്കെ കഷ്ടം, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അങ്ങേ തലയിലുള്ള ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരാളുണ്ടാവും. മാണി കോൺഗ്രസിൻ്റെ ആപ്പീസ് പൂട്ടുന്ന തിരഞ്ഞെടുപ്പാവും ഇവിടുത്തെ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പാഠങ്ങൾ ഇവിടെ പഠിക്കാനുണ്ടാവും. അത് വരാനിരിക്കുന്ന UDFൻ്റെ ലീഡർഷിപ്പിന് കൂടി എന്താ പറയുക, അതൊരു പാഠമായിരിക്കണം. കാരണം ജനങ്ങളെ ഇങ്ങനെ വേർതിരിച്ച് കൊള്ളയടിക്കപ്പെട്ട് ഈ എന്താ പറയുക വർഗീയതയൊക്കെ പിന്നാലെ പോയാൽ കേരളമാകും എന്ന് കേരളത്തിലെ ജനം ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. ഞാൻ എക്സിറ്റ് പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞില്ല, ഞാൻ എക്സിറ്റ് പോൾ കണക്കിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിനെ തുടങ്ങിയത്. ഞാനതിന് പിന്നാലെ പോകുന്നില്ല. ഞാൻ എൻ്റെ അറിവും ഞാൻ മനസ്സിലാക്കിയതും ഇവിടുത്തെ സഖാക്കളെയും ഇവിടുത്തെ ജനങ്ങളെയും, നമ്മളൊരു രാഷ്ട്രീയ അനുഭവങ്ങളുണ്ടല്ലോ. എനിക്ക് 19-18 വയസ്സായി, 7ാം ക്ലാസ് സ്കൂൾ ലീഡറായി തുടങ്ങിയതാണ് നമ്മൾ. അപ്പോൾ ഒരു 10-40 കൊല്ലത്തെ ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ഇടപെടലിൽ നിന്ന് നമുക്കൊന്ന് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മനുഷ്യൻ്റെ മനസ്സ്. അത് കാണാൻ കഴിയില്ല. അത് കാണാൻ ആളുകൾക്ക് അത് വിസിബിൾ ആകാൻ പോകുന്നത് ഈ പറയുന്ന 4-ാം തീയതിയാണ്. ഒരു മാറ്റമില്ല. 25,000 എന്തിപ്പോൾ 25,000 നിങ്ങൾ ബേജാറാന്ന്? 28,000 വോട്ടാണ്. അത് 14,000 വോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാൽ എന്തായി? 0 ആയി അതില്ലേ? പിന്നെ ഒരു 10,000 വോട്ടും കൂടി വന്നാൽ 25,000 കയറില്ലേ? ആകെ 25,000 വോട്ടിൻ്റെ ഷിഫ്റ്റിലാണ് ഇത് താഴെ പോകുന്നത്, മറ്റേ കയറി വരുന്നത്. 100 വോട്ട് പറഞ്ഞാൽ മതി ഒരു ബൂത്തിൽ. 215 ബൂത്തുണ്ട്. അങ്ങോട്ടേക്ക് പോയ 100 വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞാൽ 42,300 വോട്ടായി. അതിൽ 28,000 തള്ളി ബാക്കി എത്ര അതുണ്ടാവും? അപ്പം ചോദിച്ചാൽ പോരെ, അതിപ്പോ തന്നെ ചോദിക്കണം. അല്ല, ഇതിൽ വലിയൊരു ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പിണറായി എടുത്ത് കിടത്തുക എന്ന് പറയും നമ്മളെ പഴയ ഭാഷയിൽ. മെല്ലെ അങ്ങോട്ട് എടുത്തിട്ട് അപ്പുറത്തേക്ക് കിടത്തുക. അതാണ് പിന്നെ നടക്കാൻ പോകുന്നത്. അത് വളരെ സ്മൂത്തായിട്ടാണ് സഖാക്കൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും ഇത് കാണാൻ പറ്റാത്തത്. അപ്പോൾ അത് ജനവികാരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരാ തീരുമാനിക്കുക? അത് AICC ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് കോൺഗ്രസ്സിലെ. അല്ല, AICC എന്ന് പറഞ്ഞാൽ AICC ജനറൽ സെക്രട്ടറി ഒന്നുമില്ല. AICC എന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു കൃത്യമായൊരു ബോഡി ഉണ്ട്, അതിന് പ്രസിഡന്റ് ഉണ്ട്, അതിന് വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്, അതിന് ഒരുപാട് സ്റ്റേജ് ഉണ്ട്. എനിക്കൊരൊറ്റ സജഷൻ, ഒറ്റ ആഗ്രഹമുള്ളൂ, പിണറായി ഈ പറഞ്ഞ പോലെ എടുത്ത് കിടത്തുക. അതോടുകൂടി നമ്മൾ പറഞ്ഞ രാഷ്ട്രീയം തീർന്നു. ആ കൂട്ടത്തിൽ മരുമോനും പരിക്കില്ലാതെ ഒന്നങ്ങോട്ട് സൈഡാക്കി കൊടുക്കുക. അതിലപ്പുറമുള്ള ഒരു രാഷ്ട്രീയമില്ല. അവരാണ് ഈ നാട് നശിപ്പിച്ചത്. ഇപ്പം ഇന്ന് പറയുന്ന മുഹമ്മദ് റിയാസ്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഞങ്ങളെ എന്താണ് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ന്യൂനപക്ഷ ക്രോഡീകരണം ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അതിനെ ആഡ് ഓൺ ചെയ്ത് പറയുന്ന വേടതാ. ഏത് കൃഷ്ണമണിയാണത്? ഏത് കൃഷ്ണമണി? നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കണ്ണ് തന്നെ കുത്തി പൊട്ടിച്ചതാണ് ആര്? വെള്ളാപ്പള്ളി. അപ്പം കൈ കൊട്ടി കൊടുത്ത ആളാ അമ്മോശനും മരുവനും. എന്നിട്ട് അദ്ദേഹം പറയാണ് കൃഷ്ണമണി സംരക്ഷിച്ചു.
ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ആളാണ് ഈ പറയുന്നത്. അയാൾക്ക് ആ പൂമാല ചാർത്തി കൊടുത്തത്. ഇതൊക്കെ ആർക്കും മനസ്സിലാവാത്തത്. അതിലൊന്നും ഇതൊക്കെ എവിടെ പോയി എത്തും നിങ്ങൾ നോക്കിക്കോ. 2 ദിവസം കൂടിയല്ലേ. എനിക്ക് ഒരു സമ്മാനം വേണ്ട, നിങ്ങൾക്കറിയില്ല. ഞാനത് നത്തിങ് എൽസ് അതിലൊന്നും പോയിട്ട് PV അൻവർ കൊത്തും നിങ്ങൾ വിചാരിക്കണ്ട. PV അൻവറിന് ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ എടുത്തു എറിഞ്ഞിട്ട് വന്നവനാണ്. എനിക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരു മോഹമില്ല. നമ്മളെന്താ അറിയോ, നമ്മളൊക്കെ ജീവിച്ച ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട്. എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ പിതാവടക്കം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പലതും നഷ്ടപ്പെട്ടവരാണ്, ഇപ്പോഴും നഷ്ടം സഹിക്കുന്നവരാ. അതെന്താണ്, ഈ നാട്ടിലെ ഈ കമ്മ്യൂണൽ ഹാർമണി അതിവിടെ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു പോരാട്ടമേ ഉള്ളൂ, അതിലപ്പുറമൊന്നുമില്ല. ആ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കും. മകനെയും മരുമാനെയും എടുത്തു കിടക്കും, അമ്മോശനെയും എടുത്തു കിടത്തും. അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച, അതിൽ ഒരു സമ്മാനം വേണ്ട. അത് തന്നെയാണ് സമ്മാനം. ജനം തരുന്നതാണ് സമ്മാനം. ആ ജനത്തിന്റെ ഒപ്പാണ്, അവരുടെ മനസ്സിനൊപ്പാണ്. അല്ല, പദവി ഏറ്റെടുക്കുന്നില്ല. അപ്പം ജനങ്ങൾ തരുന്ന പദവിയല്ല MLC അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, അത് കഴിഞ്ഞ് വല്ലതും തന്നാൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ തരാം. എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അക്കോമഡേറ്റ് ചെയ്തോളാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട്, പേഴ്സണൽ എന്നല്ല ഞാൻ പറയുന്നത്, പൊളിറ്റിക്കലായിട്ടുള്ളൊരു സപ്പോർട്ട്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് നിങ്ങളിൽ മഹാഭൂരിപക്ഷ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പല തരത്തിലുള്ള പ്രലോഭനങ്ങളും ഭീഷണികളും ഒക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയുന്ന അവരുടെ രീതി അറിയുന്നുണ്ടാണ് പറയുന്നത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നന്നായിട്ട് കേരളത്തിൻ്റെ മതേതരത്വം കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.